ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത തരം നമ്പർ പ്ലേറ്റുകളെക്കുറിച്ചും നമ്പർ പ്ലേറ്റുകളുടെ വ്യത്യസ്ത സ്പെസിഫിക്കേഷനുകൾക്ക് ആരൊക്കെ യോഗ്യരാണെന്നും അറിയുക. അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത തരം നമ്പർ പ്ലേറ്റുകളുമായിട്ടാണ്. വാഹനങ്ങളെ വേർതിരിച്ചറിയാനും തരംതിരിക്കാനും ഇന്ത്യയിൽ വ്യത്യസ്ത തരം നമ്പർ പ്ലേറ്റുകളുണ്ട്. സാധാരണ വെളുത്ത നമ്പർ പ്ലേറ്റ് മുതൽ ഇന്ത്യയുടെ ചിഹ്നമുള്ള വ്യത്യസ്തമായ ചുവന്ന നമ്പർ പ്ലേറ്റ് വരെയുണ്ട്. ഓരോ പ്ലേറ്റും ഒരു പ്രത്യേക ഉദ്ദേശം നിറവേറ്റുന്നു. എന്താണ് ഈ നമ്പർ പ്ലേറ്റ്? ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലോഹം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്ലേറ്റാണ് ലൈസൻസ് പ്ലേറ്റ് എന്നറിയപ്പെടുന്ന നമ്പർ പ്ലേറ്റ്. അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും സവിശേഷമായ സംയോജനം ഇതിൽ കാണാം. ഇന്ത്യയിൽ വ്യത്യസ്ത തരം നമ്പർ പ്ലേറ്റുകൾ നിലവിലുണ്ട്. ഓരോന്നും പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ നമ്പർ പ്ലേറ്റുകളുടെ പട്ടികയിൽ സ്റ്റാൻഡേർഡ് സിവിലിയൻ പ്ലേറ്റുകൾ, വാണിജ്യ വാഹന പ്ലേറ്റുകൾ, ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റുകൾ അഥവാ HSRP, സംസ്ഥാന നിർദ്ദിഷ്ട പ്ലേറ്റുകൾ പോലുള്ള പ്രത്യേക തരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഒരു പ്ലേറ്റുകൾ വാഹനങ്ങളെ തിരിച്ചറിയുക മാത്രമല്ല, റോഡ് സുരക്ഷയും നിയമനിർവ്വഹണവും ഉറപ്പാക്കുന്ന ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലെ വ്യത്യസ്ത തരം നമ്പർ പ്ലേറ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിൽ വിവിധ തരം വാഹന നമ്പർ പ്ലേറ്റുകൾ അവയുടെ മാർഗനിർദ്ദേശങ്ങളും ഉണ്ട്. വെളുത്ത നമ്പർ പ്ലേറ്റ് ഇന്ത്യയിൽ ഏറ്റവും സാധാരണവും വ്യാപകവുമായി അംഗീകരിക്കപ്പെട്ടതുമായ തരമാണ് ഈ വെളുത്ത നമ്പർ പ്ലേറ്റ്. സ്വകാര്യ വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു. സാധാരണയായി കറുത്ത അക്കങ്ങളും അക്ഷരങ്ങളും ഇതിൽ കാണാം. രാജ്യത്തുടനീളം കാറുകളിലും മോട്ടോർ സൈക്കിളുകളിലും ഈ പ്ലേറ്റുകളാണ് കാണപ്പെടുന്നത്. സെക്കൻഡ് വണ്ണാണ് മഞ്ഞ നമ്പർ പ്ലേറ്റ്. അതായത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് മഞ്ഞ നമ്പർ പ്ലേറ്റുകളുണ്ട്. ഇതിൽ ടാക്സികൾ, ബസ്സുകൾ, ട്രക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു. പൊതുഗതാഗതത്തിനോ വാണിജ്യ ഉപയോഗത്തിനോ വേണ്ടിയുള്ള വാഹനമാണെന്നറിയിക്കാനുള്ളതാണ് ഈ മഞ്ഞ നിറം. നെക്സ്റ്റ് വണ്ണാണ് പച്ച നമ്പർ പ്ലേറ്റ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേകമായി നിയുക്തമാക്കിയിട്ടുള്ളതാണ് ഈ പച്ച നമ്പർ പ്ലേറ്റുകൾ. പരിസ്ഥിതി സൗഹൃദ ഗതാഗത ഓപ്ഷനുകൾ എളുപ്പത്തിൽ തിരിച്ചറിയിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ നിറം സഹായിക്കുന്നത്. ഇനിയുള്ളതാണ് ചുവന്ന നമ്പർ പ്ലേറ്റ്. നയതന്ത്ര അല്ലെങ്കിൽ കോൺസുലാർ കോർപ്പസിൻ്റെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചുവന്ന നമ്പർ പ്ലേറ്റുകൾ. വിദേശ നയതന്ത്രജ്ഞർക്ക് നൽകുന്ന ഈ പ്ലേറ്റുകൾ വാഹനത്തിന് ചില പ്രത്യേക അവകാശങ്ങളും ഇളവുകളും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇനിയുള്ളതാണ് നീല നമ്പർ പ്ലേറ്റ്. വിദേശ പ്രതിനിധികൾ, കോൺസുലേറ്റുകൾ, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കായി നീല നമ്പർ പ്ലേറ്റ് നീക്കിവച്ചിരിക്കുന്നു. ഇത് ഈ വാഹനങ്ങളെ പതിവ് ഗതാഗതത്തിൽ നിന്ന് വേർതിരിക്കുകയും അവയുടെ നയതന്ത്ര പദവി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കറുത്ത നമ്പർ പ്ലേറ്റ്. കറുത്ത നമ്പർ പ്ലേറ്റ് ഒരു ഉന്നത പദവിയാണ്. സാധാരണയായി ആഡംബര വാഹനങ്ങളിലോ. അടുത്തതാണ് മുകളിലേക്ക് ചൂണ്ടുന്ന അമ്പടയാളമുള്ള നമ്പർ പ്ലേറ്റ്. ചില വാഹനങ്ങൾ പലപ്പോഴും ഗതാഗതം അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് സംബന്ധമായവ മുകളിലേക്ക് ചൂണ്ടുന്ന അമ്പടയാളമുള്ള ഒരു നമ്പർ പ്ലേറ്റ് വഹിക്കുന്നു. ഈ അമ്പടയാളം വാഹനം നീങ്ങുന്ന ദിശയെ സൂചിപ്പിക്കുന്നു. ഇനിയുള്ളത് ഇന്ത്യയുടെ ചിഹ്നമുള്ള ചുവന്ന നമ്പർ പ്ലേറ്റ്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ എന്നിവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ഇന്ത്യയുടെ ചിഹ്നം ആലേഖനം ചെയ്ത ചുവന്ന നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഇത് യാത്രക്കാരുടെ ഉയർന്ന പദവിയെയും പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. എന്താണ് ഒരു ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് അഥവാ HSRP എന്ന് പറയുന്നത്? സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വ്യാജരേഖകൾ നിർമ്മിക്കുന്നത് തടയുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു കൃത്രിമ പ്രതിരോധശേഷിയുള്ള വാഹന ലൈസൻസ് പ്ലേറ്റാണ് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് അഥവാ HSRP. റോഡ് സുരക്ഷയും നിയന്ത്രണ പാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മോഷണവും അനധികൃത തനിപ്പകർപ്പും തടയുന്നതിന് ഒരു സവിശേഷ തിരിച്ചറിയൽ നമ്പർ, ഹോളോഗ്രാം, പ്രത്യേക സുരക്ഷാ സവിശേഷതകൾ എന്നിവ ഇതിൽ സാധാരണയായി ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഇന്ത്യയിലെ നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയമാണ് മേൽനോട്ടം വഹിക്കുന്നത്. നമ്പർ പ്ലേറ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇപ്രകാരമാണ്.
രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളിലും വ്യക്തവും വായിക്കുന്നതുമായ ഒരു നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിക്കണം. അതോടൊപ്പം രജിസ്ട്രേഷൻ നമ്പർ കാണാവുന്നതുമാണ്. 1988 മോട്ടോർ വാഹന നിയമത്തിൽ സെക്ഷൻ 52 പ്രകാരം വ്യക്തമാക്കിയ അളവുകളുള്ള പ്രതിഫലന വസ്തുക്കൾ കൊണ്ടാണ് നമ്പർ പ്ലേറ്റ് നിർമ്മിക്കേണ്ടത്. പിന്നെ പ്ലേറ്റിൽ പ്രദർശിപ്പിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കണം. ശരിയായ ഫോർമാറ്റിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെയുള്ളത് നമ്പർ പ്ലേറ്റിൽ ഉപയോഗിക്കുന്ന ഫോണ്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. കൂടാതെ അക്കങ്ങൾ ദൂരെ നിന്ന് വായിക്കാവുന്നതുമായിരിക്കണം. പിന്നെയുള്ളത് നിങ്ങളുടെ വാഹനത്തിലെ നമ്പർ പ്ലേറ്റ് മാറ്റുകയോ വികൃതമാക്കുകയോ ചെയ്യരുതെന്ന് നിയമം അനുശാസിക്കുന്നു. പിന്നെയുള്ളത് വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റുകൾ പ്രദർശിപ്പിക്കണം. പാലിക്കാത്തതിന് നിയമപ്രകാരം പിഴ ചുമത്തും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.